ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞാറ്റാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായ ഒരു വിഭവമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് കുഞ്ഞാറ്റാസ് വേൾഡ് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഇത് കണ്ടോ, എരുന്ത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ, കണ്ടിട്ടുണ്ടാവും. നമുക്ക് സാധാരണ എരുന്ത് കിട്ടുന്നത് അതിൻ്റെ തോടോട് കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിനെ വേർപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് തളിച്ച വെള്ളത്തിലൊക്കെ ഇട്ട് വേവിക്കാൻ ചെയ്യുക. ഇത് നമുക്കിങ്ങനെ തോടൊന്നുമില്ലാതെ അതിൻ്റെ ഇറച്ചി മാത്രം കിട്ടിയതാണ്. ഇങ്ങനെ കിട്ടുമ്പോൾ ഉള്ളൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൽ നിറയെ മണലായിരിക്കും, ഒരു കറുത്ത കളറ് പോയി അതുപോലെ അഴുക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് 3-4 പ്രാവശ്യം വെള്ളത്തിലിട്ടിട്ട് ഒരു പാത്രത്തിൽ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് കുറേ പ്രാവശ്യം ഇങ്ങനെ കഴുകിയെടുക്കുക. ഇങ്ങനെ കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ താഴെ ഊറിക്കിടക്കുന്നുണ്ടാവും മണൽ. അപ്പോൾ ആ മണൽ നമ്മൾ അത് മാറുന്ന വരെ അത് കഴുകിക്കൊണ്ടിരിക്കണം. അതിൽ ഒരു പ്രാവശ്യം നമ്മൾ നല്ലോണം ഉപ്പ് കലക്കിയ വെള്ളത്തിലിട്ടിട്ട് ആ ഉപ്പ് കലക്കിയ വെള്ളം ചേർത്തിട്ട് അതിൽ കുറച്ച് സമയം ഇട്ട് വെക്കുക. എന്നിട്ട് അതുകൊണ്ട് കഴുകിയെടുത്താൽ നല്ലതാണ്. അപ്പോൾ ഏറ്റവും അത് വൃത്തിയായി കിട്ടും. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു 4 പച്ചമുളക് കീറിയെടുത്തത്, ചെറുതായി കീറിയത്, ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീരും, ഇനി ഒരു ഇഞ്ചി കഷ്ണം, അതുപോലെ വെളുത്തുള്ളി, ചീരുള്ളി ഒക്കെ ചതച്ചെടുത്തതാണിത്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില, ഇത് എത്ര ഇടാം നമ്മളെ ഇഷ്ടമാണ്. പിന്നെ വലിയ ഒരു സവാള, ഞാനിത് ചെറിയ സവാള ആയിരുന്നു കാരണം 3 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അരിഞ്ഞിട്ട് നമ്മളൊരു പാന് എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതൊന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കണം. മൂടി വെച്ചാൽ പെട്ടെന്ന് വേവും. ഇപ്പോൾ ഇത് പാകത്തിന് വേവായിട്ടുണ്ട്, വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി അതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഒന്ന് ഇളക്കുക. അതുപോലെ ഇഞ്ചി, ചീരുള്ളി, വെളുത്തുള്ളി ചതച്ച് വെച്ചില്ലേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, മൂടി വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. മൂടി വെച്ച് വേവിച്ചാൽ പെട്ടെന്നാവും കേട്ടോ. ഇനിയിപ്പോൾ ഇത് വേവായിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അത്യാവശ്യം എരിവിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ലോണം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളിയും എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് മുളക് പൊടി നല്ലോണം നമ്മൾ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാണ്. ഇനി ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അതും അതുപോലെ തന്നെ ഇളക്കിയിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചേർക്കുന്നതാണ് ഇതിലെ കഥാപാത്രം മെയിനായിട്ടുള്ളത്, അത് എരുന്താണ്. എരുന്ത് ചേർത്ത് കൊടുത്ത ശേഷം പതിയെ സാവധാനം എല്ലോണം ഇളക്കി എല്ലായിടത്തും എരുന്തിൽ മസാല പിടിപ്പിച്ചിട്ട് കൊടുക്കണം. അതിൽ വെള്ളം ഒഴിക്കാനേ പാടില്ല വേവിക്കുമ്പോൾ. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില നമ്മൾ ഇഷ്ടം പോലെ കേട്ടോ, എത്ര വേണേലും ആക്കാം. അതിൻ്റെ മുകളിൽ ചെറുനാരങ്ങൻ്റെ നീരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ തൈര്, ഇത് ഇൻഗ്രീഡിയൻറ്റ് കാണിച്ചപ്പോൾ ഞാൻ കാണിച്ചില്ല, വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി, ഉണ്ടാവുന്നതാണ് നല്ലത്. അപ്പോൾ തൈരും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മളിത് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൽ തന്നെ ഉണ്ടാവും വെള്ളം. കണ്ടില്ലേ, അടപ്പിൻ്റെ മുകളിൽ ആ നീരാവി ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടപ്പെടുത്ത് മാറ്റിയിട്ട് പതിയെ ഇളക്കിയിട്ട് തൈരും ഈ കറിവേപ്പിലയും എല്ലാം ഇട്ടതൊക്കെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൽ തന്നെ ഉണ്ടാവും വെള്ളം, ഇതിൻ്റെ സൈഡിലൊക്കെ കണ്ടില്ല വെള്ളം കാണുന്നത്. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി പോകുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം,
ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ തുറന്ന് വെച്ച് വേവിക്കണം. അത്രയും മതി. വെള്ളത്തിൻ്റെ ഒരംശം പോലും ഉണ്ടാവാതെ ഫ്രൈ അങ്ങനെ കട്ടിക്കാണ് കിട്ടേണ്ടതെങ്കിൽ അങ്ങനെ ഒരു കുറുകിയിട്ട് കുറുന്നനെ ചാറ് പോലെയൊക്കെ കിട്ടണം എന്നുള്ളവർക്ക് ഈ ഒരു ഇപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇനി നമ്മൾ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം ചൂടാറിയ ശേഷം. അപ്പോൾ വളരെ ഹെൽത്തിയായ വളരെ ഡിഫറെൻ്റായ ഒരു വിഭവമല്ലേ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.